ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഫോട്ടോ കൈമാറിയത് തൊട്ടിട്ട് RSSും BJP ആണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ഇതുപോലൊരു മനുഷ്യനെ ആക്രമിക്കരുത് എന്നൊരു കൂട്ടം സ്ത്രീകളാണ് കൂടുതലായിട്ട് ആക്രമിക്കുന്നത്. അപ്പൊ അവരുടെ വർഷങ്ങളായിട്ട് അവര് RSSലും BJPയിലും വർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റാത്തൊരു വ്യക്തിനെ RSSകാരത്തിയോ അല്ല BJPക്കാരത്തിയോ അല്ലാത്ത ഒരാള് ഒരു നിമിഷം കൊണ്ട് നിസ്സാരമായിട്ട് കണ്ട ആ ഒരു കുശുമ്പുണ്ടല്ലോ, 2 കുഞ്ഞുങ്ങളാ ഉപേക്ഷിച്ചിട്ട് വേറൊരു കാമുകന്റെ കൂടെ പോയൊരു സ്ത്രീ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് നടക്കുന്ന എന്നെ കുറ്റം പറയുന്നു. അതാണ് ഉദാഹരണം എനിക്ക് പറയാനുള്ളത്. സത്യമായിട്ട് നടന്നൊരു സംഭവമാണ്. സ്ത്രീ പോവണമെന്നുണ്ടെ അവർക്ക് ശാരീരികമായിട്ടുള്ള ഒരു ചിന്താഗതി മാത്രമായിരിക്കും. അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീ വരെ എല്ലാ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന എന്നെ കുറ്റം പറയല്ലേ. ഇനി ഞാൻ ഒരു മതത്തിന്റെ പേരിൽ ഒരിക്കലും അറിയപ്പെടൂല. മതത്തിന്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ ഞാൻ തട്ടമിട്ടിട്ടാണ് മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അതെ, മുസ്ലിം ആണെന്ന് കാണിച്ചുകൊണ്ടിരുന്നത് എനിക്കില്ല. ഇനി മുതൽ ജസ്ന സലീം എന്നൊരു വ്യക്തി തട്ടമിട്ടിട്ടായിരിക്കില്ല. ഇല്ല, എനിക്ക് ആരെയും അത് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം ഒരു ജാതിയിലോ ഒരു മതത്തിലോ അല്ല ഇനി തുടരാൻ പോകുന്നത്. ഒരു മുസ്ലിം കുട്ടിയായിട്ട് വളർത്തിയ ഒരു കുട്ടി ആൾക്കാരുടെ ഒക്കെ വിമർശനങ്ങൾ വാങ്ങുന്നു, കൃഷ്ണന്റെ അമ്പലത്തിൽ പോകുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, വീഡിയോസ് ചെയ്യുന്നു. ഞാൻ അത്രമേൽ ഗുരുവായൂർ നടയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ കുറ്റം പറയുന്നതിലൊക്കെ ചിലപ്പോൾ 2 വർഷവും 3 വർഷവും കൂടുമ്പോഴേക്കും ഗുരുവായൂർ നടയിൽ പോവുക. ഞാൻ ദിവസം ഒരു മാസം 15 ദിവസമൊക്കെ ചിലപ്പോൾ ഗുരുവായൂർ പോയിട്ടുണ്ട്. പല ഹിന്ദു മതസ്ഥരും വിചാരിക്കുന്നത് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ ജസ്ന സലീം എന്നുള്ള ഒരു വ്യക്തിനെ അറിയാത്ത ആള് പോലും ഈ കണ്ണനെ കണ്ടാൽ അറിയും. അതങ്ങനെ ആക്കി മാറ്റാൻ ഞാൻ കിടന്നത് 12 വർഷത്തെ കഷ്ടപ്പാടാണ്. കാരണം എൻ്റെ സിഗ്നേച്ചർ ഐറ്റമാക്കി മാറ്റിയത്. നമ്മളെക്കാട്ടിലും നീറ്റിൽ വരയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ഒരു ഫോട്ടോ ഒരു വീട്ടിൽ വെക്കുമ്പം തന്നോട് പറയേണ്ടി വരും, ഇന്ന ചിത്രകാരൻ വരയ്ക്കിച്ചതാന്ന് പറയേണ്ടി വരും. പക്ഷെ എൻ്റെ ഫോട്ടോനെ സംബന്ധിച്ച് അത് പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ച് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ 2 ദിവസം ICUവിൽ കിടന്നിട്ടുണ്ട്. നോർമൽ വെറുതെ ഒരാളെ ആരെയും എടുത്ത് ICUവിൽ ഇടൂല. എടാ, നമ്മളാ തല്ലിയാ നമുക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഈ ഇല്ലാവചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഉണ്ടാവുന്നൊരു വേദന ഉണ്ടല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു, ഡോക്ടർ സഹിതം ചോദിച്ചു, ഇങ്ങനെ കയറി മറിച്ചപ്പോ നിനക്ക് വേദന ആയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെക്കാട്ടും വേദന ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു വൈറൽ താരമാണ് ജസ്ന സലീം. ശരിക്കും കൃഷ്ണന്റെ പടം വരച്ച് വൈറലായ കുട്ടി. അതെ, വൈറലായതിനെക്കാട്ടിലും ഏറലായ കുട്ടി. അങ്ങനെ പറഞ്ഞാല് എന്നെ കാണുന്നുണ്ടേ തറയിൽ നോക്കിയിട്ട് കാര്യമില്ല, മുകളിൽ നോക്കണം. ഇപ്പോഴും ഏറലാണ്, താഴെ ഇറങ്ങിയിട്ടില്ല. ഇല്ലല്ല, എനിക്കിപ്പോ താഴെ നിൽക്കാനേ. ഈ യക്ഷിക്ക് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവൂല, പറന്ന് നടക്കുക. ഞാൻ ഫുൾ എയറില്ല. ചിലര് എന്നെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അവരോട് നിങ്ങൾ തറയിൽ നോക്കിയിട്ട് കാര്യമല്ല, എയറിൽ നോക്കണം, എന്നാലേ എന്നെ കാണുള്ളൂ. ഫുൾ ടൈം എയറിലുള്ള ഒരു വ്യക്തി എന്ന് ഇൻട്രോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടും നല്ലത്. ഫുൾ ടൈം എയറിലുള്ളൊരു കുട്ടി. ശരിക്കും എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് ഇതുപോലെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ, ബാഡ് കമന്റ്സ് വരുമ്പോൾ, എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ചങ്ങ് നിൽക്കുക. ഞാനാണ് എയറിലെ കുട്ടിയെന്നൊക്കെ. എങ്ങനെ ഇതിന് സാധിക്കുന്നേ? അല്ല, നമ്മൾ ഒരാളെടുത്ത് സങ്കടം പറഞ്ഞാൽ ആരും നമ്മളെ കൂടെ സങ്കടത്തിന് വരൂല. ഇല്ല. പക്ഷെ സന്തോഷം പറഞ്ഞാൽ ഒരാളെ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റിയാൽ അതിനെക്കാട്ടും വലിയ സന്തോഷം വരണ്ടല്ലേ. ഏതെന്ന് ചോദിച്ചു ചിരിക്കുക എന്ന് പറഞ്ഞ് ഞാനും കരഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരും കാണാതെ അറിയക്കൊള്ളയൊക്കെ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ മനുഷ്യനാണ്, കരഞ്ഞു പോകും. പക്ഷെ നമ്മൾ കഴിയുന്നതും കരയാതിരിക്കുന്നതാണ് നല്ലത്. ശരിക്കും ഇത്രയധികം വിവാദങ്ങൾ വരുന്നതും ഇത്രയധികം പ്രശ്നങ്ങൾ വരുന്നതും പ്രധാനമന്ത്രിക്ക് ഒരു ചിത്രം കൊടുത്തതിന് ശേഷമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ലൈഫിൽ വരുന്നത്. ശരിക്കും എങ്ങനെയായിരുന്നു പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ ചിത്രവര രംഗത്തേക്ക് ഇറങ്ങിയിട്ട് 12 വർഷം കഴിഞ്ഞു. അന്നൊന്നുമില്ലാത്ത വിമർശനവും അന്നൊന്നുമില്ലാത്ത എതിർപ്പുകളും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഫോട്ടോ കൈമാറിയത് തൊട്ടിട്ട് RSSും BJP ആണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാർ, അവർ ആ പാർട്ടിയിൽ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിലുള്ള ഒരു കഴിവ് ആരും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ. RSSന്റെയും BJPന്റെയും ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ഇതുപോലൊരു മനുഷ്യനെ ആക്രമിക്കരുത്. നമ്മളെ എന്താ പറയുക, ജീവിക്കാൻ അവർക്ക് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ച് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ 2 ദിവസം ICUവിൽ കിടന്നിട്ടുണ്ട്. നോർമൽ വെറുതെ ഒരാളെ ആരെയും എടുത്ത് ICUവിൽ ഇടൂല.
എന്നിട്ട് പോലും ഒരു പാറ്റാഗുളിക കുടിച്ച് അവൾ ICUലായി എന്ന് പറഞ്ഞാൽ അത്രമേൽ എന്നെ ഇപ്പോഴും നിരന്തരം ദ്രോഹിക്കുകയാണ്. ഇപ്പൊ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇത്രയും പേര് ഒരുമിച്ച് ആക്രമിക്കാൻ, അല്ലെങ്കിൽ BJP RSS ആയാലും ഇത്രയും പേര് ഒരുമിച്ച് ആക്രമിക്കാനുള്ള ഒരു കാരണം ഞാനായിട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്തിനായിരിക്കും എന്നെ ഇത്ര അധികം ആക്രമിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് ഒരു കാര്യം എന്താണെന്നറിയോ, എന്നെ ഒരു കൂട്ടം സ്ത്രീകളാണ് കൂടുതലായിട്ട് ആക്രമിക്കുന്നത്. ആക്രമിക്കുന്നത്. അപ്പൊ അവരുടെ വർഷങ്ങളായിട്ട് അവര് RSSലും BJPയിലും വർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റാത്തൊരു വ്യക്തിനെ, RSSകാരത്തിയോ അല്ല BJPക്കാരത്തിയോ അല്ലാത്ത ഒന്നിലും പെടാത്ത ഒരാള് ഒരു നിമിഷം കൊണ്ട് നിസ്സാരമായിട്ട് കണ്ട ആ ഒരു കുശുമ്പുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അത് സ്ത്രീക്ക് മാത്രമേ കുശുമ്പുണ്ടാവൂ, അത്രേ ഉള്ളൂ. ഇവര് സ്ത്രീകളോട് ഫൈറ്റ് ചെയ്യാതെ ഒരു സ്ത്രീ എന്നെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പം നമ്മൾ ഈ കോമഡിയിലൊക്കെ കാണിക്കില്ലേ, പതിവ്രത സീരിയലിലുള്ളോള് കട്ടിലിനോട്ടിൽ കാമുകനെ കൊണ്ടുചാക്കിന്ന്, അങ്ങനെ നടക്കുന്ന ആൾക്കാർ വരെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവർ മറച്ചു വെക്കുക ചെയ്യുന്നത്. അവര് പതിവ്രത. ഒരു സ്ത്രീ ഉണ്ട്, 2 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറൊരു കാമുകന്റെ കൂടെ പോയൊരു സ്ത്രീ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് നടക്കുന്ന എന്നെ കുറ്റം പറയുന്നു. അതാണ് ഉദാഹരണം എനിക്ക് പറയാനുള്ളത്. സത്യമായിട്ട് നടന്നൊരു സംഭവമാണ്. ആ സ്ത്രീ ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ പ്രായപൂർത്തിയാവാറായ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ ഒഴിവാക്കിയ ഒരു സ്ത്രീ പോവണമെന്നുണ്ടെ അവർക്ക് ശാരീരികമായിട്ടുള്ള ഒരു ചിന്താഗതി മാത്രമായിരിക്കും. അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീ വരെ എല്ലാ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന എന്നെ കുറ്റം പറയും. അതാണ് എൻ്റെ അവസ്ഥ. ഈ സ്ത്രീകൾ മാത്രമാണോ? സ്ത്രീകൾ മാത്രമാണ്. പിന്നെ എനിക്ക് എതിർപ്പ് എന്ന് പറയുന്നത് മതം പിടിച്ചിട്ട്, അതെ, തട്ടമിട്ടിട്ട് കൃഷ്ണന്റെ അമ്പലത്തിൽ പോകും. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, തട്ടമിട്ടാ ചോദിക്കും ഇനി എന്തിന് തട്ടട്ടിയിലേക്ക് എൻ്റെ തട്ട ഇടക്ക് പോയി. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ ഒരു മതത്തിന്റെ പേരിൽ ഒരിക്കലും അറിയപ്പെടൂല. മതത്തിന്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ ഞാൻ തട്ടമിട്ടിട്ടാണ് മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അതെ, മുസ്ലിം ആണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യം എനിക്കില്ല. ഇനി മുതൽ ജസ്ന സലീം എന്നൊരു വ്യക്തി തട്ടമിട്ടിട്ടായിരിക്കില്ല. ഇല്ല, എനിക്ക് ആരെയും അത് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഒരു ജാതിയിലോ ഒരു മതത്തിലോ അല്ല ഇനി തുടരാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഉമ്മയും വാപ്പയും ഇപ്പം ഞാൻ പറന്ന് വീണപ്പം ഇന്ന വ്യക്തിയാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതറിയാത്ത ആ ഒരു കാലഘട്ടത്തിൽ കൂടെ തന്നെ ഞാൻ ജീവിക്കും. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം തന്നെയല്ലേ നമ്മൾ ഏതാണ് എന്ന് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉമ്മായും വാപ്പായും ജീവിക്കുന്ന സാഹചര്യം അവര് വളർത്തിയത്. നമ്മള് ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ ഏത് മതസ്ഥയാണെന്നുള്ളത് നമ്മൾ അറിയില്ല. ഞാനിപ്പോഴും ജനിച്ചു വീണതാന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ഏത് മതസ്ഥയാണ് ഇന്ന മതസ്ഥയാണെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു മുസ്ലിം കുട്ടിയായിട്ട് വളർത്തിയ ഒരു കുട്ടി ആൾക്കാരുടെ ഒക്കെ വിമർശനങ്ങൾ വാങ്ങുന്നു, കൃഷ്ണന്റെ അമ്പലത്തിൽ പോകുന്നു, ഗുരുവായൂരമ്പലത്തിൽ പോകുന്നു, വീഡിയോസ് ചെയ്യുന്നു, കൃഷ്ണനെ ആരാധിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീട്ടിൽ നിന്നോ ഉമ്മായും വാപ്പായും അത്രയും സ്നേഹിക്കുന്ന ഉമ്മായും വാപ്പായും എന്തെങ്കിലും തരത്തിൽ തെറ്റ് പറയുകയോ മോശം പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പം വാപ്പഞ്ഞോടൊരൊറ്റ കരയുള്ളൂ, എന്തിന് ഓല് അപ്പൊ പറഞ്ഞ ഭാഷ ഞാൻ ഇവിടെ പറയുന്നില്ല, അവിടെ പറഞ്ഞോട്ടെ എന്തിന് എന്ന് മാത്രം, അതിനെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. ഈ രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം മക്കളെ പോലും ഉപേക്ഷിച്ചു പോയി. ആ സ്ത്രീ നിരന്തരം പറയാ ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തിട്ടുണ്ടോ അല്ലെ. ഈ സ്ത്രീയുടെ കയ്യിൽ ഇതിന്റെ ഒക്കെ തെളിവുണ്ട്. ഞാൻ തെളിവ് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് സ്ത്രീക്ക് കാണിക്കാം. അത് ഞാൻ പറ്റൂല. ആ 2 മക്കളെ വിചാരിച്ചിട്ട്, ഈ 2 മക്കളുടെ അമ്മേനെ തന്നെയല്ലേ ഇവര് മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെ നിരന്തരം പറഞ്ഞപ്പം ഞാൻ സായികേട്ടൻ്റെ വെയിൻ കട്ട് ചെയ്ത്. എൻ്റെ പാപ്പ കുറച്ച് ദിവസത്തേക്ക് എന്നോട് മിണ്ടിയില്ല കേട്ടോ. കാരണം വീട് പണിയൊക്കെ അടുത്ത് വീട്ടിൽ കൂടലൊക്കെ നിശ്ചയിച്ച് നിന്നിട്ട് ഞാൻ ഈ പണിയെടുത്തത് എന്തിനാ അത്രമേൽ സഹി കെട്ടിട്ടാ. എടാ നമ്മളാ തല്ലിയാ നമുക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഈ ഇല്ലാവചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു, ഡോക്ടർ സഹിതം ചോദിച്ചു ഇങ്ങനെ കീറി മറിച്ചപ്പോൾ നിനക്ക് വേദന ആയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെക്കാട്ടും വേദന ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ എനിക്കിത് വേദനിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് കൃഷ്ണന്റെ ചിത്രം മാത്രം വരയ്ക്കുന്നു, വേറെ ചിത്രങ്ങൾ വരച്ചൂടെ, വരയ്ക്കാനുള്ള കഴിവുണ്ടല്ലോ, എന്നാൽ പിന്നെ വേറെ ചിത്രങ്ങൾ വരച്ചൂടെ, എന്തുകൊണ്ട് കൃഷ്ണന്റെ ചിത്രം മാത്രം വരയ്ക്കുന്നു? ഇതൊരു കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്നതില്ല, എന്തിന് വീഡിയോസ് എടുത്തിടുന്നു, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ കണ്ണനെ തന്നെ ആദ്യമായിട്ട് വരച്ച സമയത്ത് ഇതേ പറഞ്ഞത് പോകണം, ഇവള് ബിസിനസ് മൈൻഡാണെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ സമയമില്ലാഞ്ഞിട്ടാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.
തിരിച്ചു പോകുന്ന സമയത്ത് എഗരൂല് എന്ന് പറയുന്ന സ്ഥലത്ത് ഓടക്കാളി ക്ഷേത്രമുണ്ട്. അവിടെ ഞാൻ വരച്ചൊരു തന്നെ ലക്ഷ്മി ഉണ്ട്. പക്ഷേ പൊന്നാര ഗൈസ്, ദരിദ്രലക്ഷ്മി എന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ പറയാം. അത്രമേൽ നന്നായിട്ടില്ല. ഞാൻ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഇതേപോലെ കണ്ണൻ കുറച്ചുകൂടി മുതിർന്നത് ഞാൻ വരച്ചു നോക്കി, എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ഈ കുഞ്ഞു കണ്ണന്മാരുണ്ടല്ലോ, അവരെ ഞാൻ വരയ്ക്കുന്നുണ്ട്. പക്ഷെ അവരെ വരയ്ക്കുന്നുണ്ടെങ്കിലും ഏതൊരു ഇപ്പം ആലിലേ കിടക്കുന്ന കണ്ണനായാലും വെണ്ണ കഴിക്കുന്ന കണ്ണനായാലും ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനായാലും ഫേസ് ഒന്നാ. അതെ, ആളുടെ മാറ്റം വേറെ ആയിരിക്കും എന്നല്ലാതെ. എന്നിട്ട് ഇവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ, ഒരേ ഫോട്ടോ വരയ്ക്കുന്നതുകൊണ്ട് ഞാൻ കോപ്പിയാണെന്ന് പറയുന്നത്. പക്ഷെ ഇവർക്ക് ആർക്കും അറിയാത്തൊരു സംഭവമുണ്ട്. ഈ ജസ്ന സലീം എന്നുള്ള ഒരു വ്യക്തിനെ അറിയാത്ത ആൾ പോലും ഈ കണ്ണനെ കണ്ടാൽ അറിയും. അതങ്ങനെ ആക്കി മാറ്റാൻ ഞാൻ കിടന്നത് 12 വർഷത്തെ കഷ്ടപ്പാടാണ്. കാരണം എൻ്റെ സിഗ്നേച്ചർ ഐറ്റമാക്കി മാറ്റിയത്. ഒരേ ഫോട്ടോ അല്ലെ, ഒരു കുടുംബത്തിൽ 10 പേരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരേ ഫോട്ടോ ആണ് മേടിക്കുന്നത്. പക്ഷെ ആ ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടൊരു കണ്ണനുണ്ടേ, അത് വെണ്ണക്കണ്ണനാണ്. എനിക്ക് വേണേ ഇഷ്ടം പോലെ മാറ്റി വരയ്ക്കാൻ. ഞാനത് ചെയ്യാത്തത് എനിക്ക് എൻ്റെ പേരിൽ ആ ഒരു വെണ്ണക്കണ്ണൻ അറിയപ്പെടണം. എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത, ഇപ്പം ഭയങ്കരമായിട്ട് വരയ്ക്കുന്ന ചിത്രകാരന്മാരുണ്ടാവും. നമ്മളെ ഫോട്ടോ നമ്മളെക്കാട്ടിലും നീറ്റിൽ വരയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ഒരു ഫോട്ടോ ഇപ്പോൾ ഒരു വീട്ടിൽ വെക്കുമ്പം തന്നോട് പറയേണ്ടി വരും, ഇന്ന ചിത്രകാരൻ വരയ്ക്കിച്ചതാന്ന് പറയേണ്ടി വരും. പക്ഷെ എൻ്റെ ഫോട്ടോനെ സംബന്ധിച്ച് അത് പറയേണ്ട ഒരു ആവശ്യമില്ല. അതൊരു ഫോട്ടോ കാണുമ്പോൾ എടോ ഇത് ജസ്ന സലീം വരച്ച ഫോട്ടോ അല്ലേ എന്ന് ചോദിക്കും. അതാണ് എന്നെ സംബന്ധിച്ച് പ്രൗഡ്. അതിൽ നിങ്ങൾ കോപ്പിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് പറഞ്ഞോളി, ഒരു കുഴപ്പമില്ല. അപ്പോഴും ജസ്ന സലീം തന്നെയാണ് ചിത്രം വരയ്ക്കുന്നത് എന്നതിൽ ഒരു പ്രൂഫും ഇല്ല. കാരണം ഒരു വീഡിയോയിൽ പോലും വരയ്ക്കുന്നത് കാണിക്കുന്നില്ല. വരയ്ക്കുന്നത് കാണിക്കുന്നുണ്ടോ? ഞാൻ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, ഒരാൾ പറഞ്ഞതാണ്, എനിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനൊരു ഫോട്ടോ 4 ദിവസം കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ 4 ദിവസം ഞാൻ 1 മിനിറ്റും 20 സെക്കൻഡും ആക്കി ഇട്ടിട്ട് ഒരാൾ പറഞ്ഞത് ഒരിക്കലും ഒരാൾക്ക് ഇത്ര സ്പീഡിൽ വരയ്ക്കാൻ പറ്റൂല. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം വരയ്ക്കുന്ന ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ അങ്ങ് ഇട്ടേക്കും. ലൈവിൽ വരുമ്പോൾ ഈ പെയിൻറ്റിന് വരയ്ക്കുന്നതും പെയിൻറ് ചെയ്യുന്നതും കാര്യങ്ങളുമായിട്ട് ഇട്ടേക്കും. ഇനി ഞാനല്ല വരയ്ക്കുന്നതെന്ന് പറഞ്ഞോളൂ, എൻ്റെ വീട്ടിലാരെയാ കാണിച്ചു കൊടുക്കാമല്ലോ പോരെ. പിന്നെ എനിക്കിപ്പം അയ്യോ ഞാനാന്ന് പറഞ്ഞ് ആക്കേണ്ട ഒരാവശ്യമില്ല. വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിച്ചാൽ മതി. അതിലേക്കപ്പുറം നമ്മളൊരാളെ അമിതമായിട്ട് വിശ്വസിപ്പിക്കാൻ പോയാൽ നമുക്ക് നമ്മളോടുള്ള കോൺഫിഡൻറ്റാണ് പോവുക. അല്ലാതെ നിങ്ങളിപ്പം ഒരാളെടുത്ത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്കത് മനസ്സിലാവുകയല്ല ചെയ്യുക, നമ്മുടെ ആത്മവിശ്വാസം കുറയുക ചെയ്യുക. എന്തിന് ഞാൻ എൻ്റെ ആത്മവിശ്വാസം കുറയ്ക്കണം? അങ്ങനെ സംശയമുള്ളവർ എൻ്റെ വീട്ടിൽ വരും നോക്കുക. ഞാൻ ആദ്യത്തെയൊക്കെ പല ഇൻ്റർവ്യൂസിലും ഞാൻ വരയ്ക്കുന്നതും പെയിൻറ് ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. അതാരും കണ്ടില്ല. അമൃത ചാനലിൽ മറ്റേ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ലൈവായിട്ട് വരച്ചു കൊടുത്തു, അതാരും കണ്ടില്ല. ഒരു ഇത് പറയുന്നുണ്ടല്ലോ, ഞാൻ കുറേ കരഞ്ഞു, ആരും കണ്ടില്ല. ഞാനൊരു പെണ്ണിൻ്റെ കൂടെ പോയി, എല്ലാവരും കണ്ടു. അതവസ്ഥയാണ് എനിക്ക്. അപ്പോൾ ഈ ചെറുപ്പം മുതലേ തന്നെ വരയ്ക്കാൻ അറിയാമായിരുന്നോ, അതോ ഇത് പഠിച്ചെടുത്തതാണോ? ഞാൻ വരയ്ക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ പറഞ്ഞതുകൊണ്ടും ഇന്ത്യയുടെ ഭൂപടം വരെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. എനിക്കായിട്ട് വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സമയപരിധി കുറച്ചുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വരച്ച ഫോട്ടോയും ആദ്യമായിട്ട് സമ്മാനിച്ച ആളുടെ ഫോട്ടോയും ഇവിടെ വീടിൻ്റെ തൊട്ടടുത്താണ്. എല്ലാവരുടെയും വിചാരം ഞാൻ വെണ്ണക്കണ്ണനാണ് ആദ്യം വരച്ചതെന്ന്. പക്ഷെ അതൊന്നല്ല സത്യാവസ്ഥ. ഞാൻ ആദ്യം ലഡു എടുത്ത് കഴിക്കുന്ന ഫോട്ടോ ആണ് വരച്ചത്. കണ്ണൻ ലഡു തന്നെ. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ കണ്ട കണ്ണനാന്ന് പറയും. ഒന്നും കൂടി ഒന്ന് നോക്കിയാൽ കണ്ണിങ്ങോട്ടും മൂക്കും ഇങ്ങോട്ടും ആയിരിക്കും ഉണ്ടാവുക. അത്രമേൽ നന്നായിട്ടൊന്നുമില്ല. ഇന്നും ഞാൻ വരയ്ക്കുന്ന ഫോട്ടോ പെർഫെക്റ്റ് ഒരിക്കലും അല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയാൽ അറിയാം. പിന്നെ അത്രമേൽ എനിക്ക് വരയ്ക്കാൻ അറിയില്ല. പക്ഷെ ഞാനൊരു എന്താ പറയുക, ചക്ക വീണ് മുയൽ ചാവുക എന്ന് പറയല്ലേ, അതേപോലെ ഞാൻ വരച്ചെല്ലാം കൂടി ആയി വരുമ്പോൾ ഒരു ഓമനത്തം വരും. പക്ഷെ അത് പാർട്സ് വൈ ആയിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് കണ്ണ് ശരിയല്ല, മൂക്ക് ശരിയല്ല, മൂക്കിന് വളവുണ്ടാവും, ചുണ്ടിന് വളവുണ്ടാവും. ഒറ്റ നോട്ടത്തിൽ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷെ ഈ കണ്ണൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ കുട്ടിക്കാലം തൊട്ടേ വീട്ടിൽ നിന്ന് ഉമ്മയും വാപ്പയും കണ്ണാന്ന് വിളിക്കും. ഇപ്പഴും വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ കണ്ണനെ കേട്ട് കേട്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വെറുതെ ഒരു കൗതുകം തോന്നി. ഞാൻ പറഞ്ഞില്ലേ, ഒരു വരച്ചൊരു ചിത്രം, അത് ശങ്കരൻ നമ്പൂതിരിയുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ നോട്ടത്തിൽ കണ്ണനാണ്. ഒന്നും കൂടി നോക്കിയാ
അപ്പൊ ഈ കണ്ണന്റെ അല്ലാതെ വേറൊരു ചിത്രം വരയ്ക്കാൻ അറിയില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ധനലക്ഷ്മി ട്രൈ ചെയ്തു, ശങ്കരൻ നമ്പൂതിരിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്, മറ്റേ ഗണപതി ഉണ്ട്, കണ്ണൻ കുറച്ചുകൂടി മുതിർന്നത് ഞാൻ എന്റെ വീടിന്റെ മുമ്പിൽ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരോ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ചെയ്ത് അല്ല, ആ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ ചെയ്യല്ല. കാരണം എൻ്റെ അടുത്ത ആള് എത്തിപ്പെടുന്നത് ഈ ഒരു കണ്ണിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ പിന്നീട് എല്ലാവർക്കും ഈ ഒരു ഫോട്ടോ മതി. പിന്നെ നമ്മളെടുത്ത ആൾക്കാർ വരുന്ന ഫോട്ടോയിൽ വരച്ചാൽ പോരെ. ആരും ഇല്ലാത്തൊരു ഫോട്ടോ നമ്മൾ വരച്ചിട്ട്, എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പല ഫോട്ടോസും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പല പാർട്ടിയുടെ ചിഹ്നങ്ങൾ വരച്ചു നോക്കിയിട്ടുണ്ട്, വേറെ ഫോട്ടോസ് വരച്ചിട്ടുണ്ട്. മറ്റേ മുയലുണ്ടല്ലോ, ബൊമ്മക്കുട്ടി, അതിനെ വരച്ചിട്ട് ഒക്കെ എൻ്റെ വീടിൻ്റെ മൂലയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ആർക്കും വേണ്ടതാനും വേണ്ടത് ഉണ്ണിക്കണ്ണനാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കൂടി ഒന്ന് ആയി വരുമ്പോൾ ഒരു ഓമനത്തം. അല്ലാത്ത പക്ഷം ഞാനൊരു ചിത്രകാരി. ജസ്ന സലീമിന്റെ കഴിവ് വെച്ചിട്ട് ജസ്ന സലീം ചിത്രം വരയ്ക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, അത് വെച്ചിട്ട് സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് ഈ അമ്പലത്തിന്റെ നടയിൽ പോയിട്ട് ഈ പ്രഹസനം കാണിക്കുന്നത്? എന്തിനാണ് ഈ വീഡിയോസ് ചെയ്ത് ആൾക്കാരെ ഇതാക്കാനായിട്ട് ഇടുന്നത്? പറഞ്ഞില്ല, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അത് അങ്ങനെ പ്രഹസനമായിട്ടൊന്നും കണ്ടതല്ലായിരുന്നു. പക്ഷെ ഇതുവരെ ഇങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് ഞാൻ അപ്പയാ ചിന്തിച്ചത്. പക്ഷെ ഇവര് ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഞാൻ അത്രമേൽ ഗുരുവായൂർ നടയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ കുറ്റം പറയുന്ന പോലെയൊക്കെ ചിലപ്പോൾ 2 വർഷവും 3 വർഷവും കൂടുമ്പോഴേക്കും ഗുരുവായൂർ നടയിൽ പോവുക. ഞാൻ ദിവസം ഒരു മാസം 15 ദിവസമൊക്കെ ചിലപ്പോൾ ഗുരുവായൂർ പോയിട്ടുണ്ടാകും. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം പോസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവൻ ഫുഡ് ഇപ്പം താങ്കളാണെങ്കിലും ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ഫോട്ടോ വരെ പോസ്റ്റ് ചെയ്യും. അതേപോലെ ഞാൻ പോസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ പലരും, ആളെ ഞാൻ പറയുന്നില്ല കാരണം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട്, പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതേപോലെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട്. കുറച്ച് സ്ത്രീകൾ ചോദിച്ചൊരു ചോദ്യം, എന്നെ ഫോളോ ചെയ്യുന്നത്, വിശ്വാസം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ പോലെ വേണമെന്ന്. അതെ. പക്ഷെ അവരുടെ പാർട്ടിയിലുള്ളൊരു പ്രവർത്തകൻ ഇതേപോലെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ഇവരെന്തേ ചോദിക്കാൻ? ഒരു പ്രാവശ്യമല്ലേ ഇത് ചെയ്തത്? ഒറ്റ പ്രാവശ്യം ചെയ്തപ്പോൾ ഇതിന് ഒരുപാട് വിമർശനങ്ങൾ വന്നു. വേണമെങ്കിൽ അപ്പോൾ ആ വീഡിയോ എടുക്കൽ നിർത്താമായിരുന്നു. പക്ഷെ അമ്പലത്തിൽ പോകുന്നത് നിർത്തേണ്ട ആവശ്യമില്ല, താത്തയുടെ പേഴ്സണൽ കാര്യം. ഞാനിപ്പം പറയുന്നുണ്ടെന്ന് അറിയോ, ഞാൻ പോയിട്ട് അവർക്ക് വിഷമം ഉണ്ടാവുകയെ എൻ്റെ ഒരു ഇതില്ലെന്ന് വെച്ചാൽ ആരുടെയും വിശ്വാസത്തെ കളങ്കപ്പെടുത്തരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ പോകുമ്പോൾ ഒരു മനസ്സെങ്കിലും നോവുന്നുണ്ട്, എന്തിനാ ഞാൻ മറ്റുള്ളവരെ നോവിപ്പിക്കുന്നത്? അപ്പൊ അത് ആദ്യത്തെ വീഡിയോയിൽ മനസ്സിലാക്കി കൂടായിരുന്നോ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കൂ. ഞാൻ ജസ്റ്റ് ആ നടപ്പന്തലിലൂടെ നടന്നു പോകുന്ന ഒരു വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യമായിട്ടും അവസാനമായിട്ടും പറഞ്ഞിട്ട് അതിന് കേക്ക് കട്ട് ചെയ്തത്. അതേപോലെ അവിടെ ഒരു മാല ചാർത്തി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹരേ കൃഷ്ണ ജപമാല, അത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരുമെന്ന് കേട്ടത് കൊണ്ട് എൻ്റെ ആഗ്രഹം ദേ കിടക്കുന്ന അപ്പുറം, അത് സാധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പൊന്നാര മക്കളെ ഞാൻ ഹരേ കൃഷ്ണമാല. അപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്തിനാ അത് വീഡിയോ എടുത്ത് ഇട്ടത്? നിങ്ങൾക്ക് ചെയ്തെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അത് ചെയ്തു, ചിലപ്പോൾ അത് കണ്ണൻ സാധിച്ചു തന്നേക്കാം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ ഇപ്പൊ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്? തനിക്ക് എന്നോട് സംസാരിച്ചു പോയാൽ പോരെ? ഉത്തരം എന്താ? ഇതാ ഞങ്ങളുടെ ജോലി, ഇതാണ് ഞങ്ങളുടെ വരുമാനം, ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നു. ഇത്തയുടെ വരുമാനം അതാണോ? എന്റെ വരുമാനം സോഷ്യൽ മീഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇത് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ ഇത്ത കാരണം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രമാണോ മെസ്സേജ്? അല്ല, ഉറപ്പായിട്ടും നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിന് ഈ നെഗറ്റീവ് ഉണ്ടായിട്ട് പിന്നെ ഈ വീഡിയോ ചെയ്യാൻ പോണ്? എത്ര ആൾ ഇയാളെ ഇരുന്നിരിപ്പിൽ സങ്കടപ്പെടുത്തി ഇയാൾ കരഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനു ഈ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത്? എന്റെ ജോലി കേൾക്കുന്നത്, എന്റെ ജോലി അതായതുകൊണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കണ്ണനോടുള്ളൊരു ഭക്തി അവിടെ കാണിച്ചു. എനിക്ക് ഭക്തി ഉണ്ടെന്ന് എന്നെക്കാട്ടിലും അറിയേണ്ടത് എന്നെ വിമർശിക്കുന്ന ആവണം എന്നുള്ളത്. അത് പലരുടെയും വിചാരം ഹിന്ദു മതസ്ഥരായതാണ്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഒരിപ്പം കണ്ണൻ്റെ ഒരു റീലെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പം പല ഹിന്ദു മതസ്ഥരും വിചാരിക്കുന്നത് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ കണ്ണൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതോ അല്ലെ ഗുരുവായൂർ ഓരോ തവണ ഫോട്ടോ സമർപ്പണത്തിന് പോകുമ്പം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതോ എന്നെ വിമർശിക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ നാട്ടിലുള്ള പലരുണ്ട്. അവരോട് എനിക്ക് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വിട്ടിട്ടില്ല, ദൈവൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ജസ്ന സലീം എന്നൊരു വ്യക്തി കാരണമാണ് അത്തരത്തിലൊരു നിയമം വന്നതും. നടയില് പറയാൻ പറ്റൂല.
പലരും പറഞ്ഞു ജസ്ന സലീം എന്ന വ്യക്തി കാരണം ഗുരുവായൂർ പോയിട്ട് ഇപ്പൊ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതെ, അങ്ങനെ ഒരു നിയമം വന്നല്ലോ. ഇവരുടെ വിചാരം ജസ്ന സലീമാണ് പരാതി കൊടുത്തത്. അല്ല, ജസ്ന സലീമിനെതിരെ ബാക്കിയുള്ളവർ പരാതി കൊടുത്തപ്പോഴാണ് അങ്ങനെ ഒരു നിയമം വന്നത്. എതിരെ പലരും എന്ന് പറയരുത്, ഒരു വ്യക്തിയാണ് പരാതി കൊടുത്തത്. അപ്പം ഈ പരാതി കൊടുത്ത ആളെ പറ്റി ആരും പറയുന്നില്ല. അവരും ചോദിക്കുന്നുണ്ടല്ലോ എന്തിനാണ് ഈ പിന്നെ പ്രഹസനം എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഗുരുവായൂർ നടയിൽ പോയിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് അവരുടെ ചാനലിൽ നിങ്ങൾ ആരും നോക്കി കണ്ടില്ല? അവരെന്തിനു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു? ഇതാ പോകുന്നവര് ഫോട്ടോ എടുക്കുന്നുണ്ട്, ചിലപ്പോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒരു റീൽ എടുക്കുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ചെയ്താലെന്താ? ഇത്ത ചെയ്യുന്നത് തെറ്റായിട്ട് പറയുന്നതല്ല, പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ കാണുമ്പോൾ തട്ടമിട്ട് ഒരാൾ പോകുന്നു, കൃഷ്ണന് മാല ചാർത്തുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു. ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമുദായവും നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാത്തിനും എല്ലാവർക്കും ഇപ്പൊ ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എന്താ? ഇപ്പൊ ഇത്താടെ സമുദായത്തിൽ നിന്ന് തന്നെ കുറെ വിമർശനങ്ങൾ വരുന്നുണ്ടായിരുന്നില്ലേ, അതിനെയൊക്കെ എങ്ങനെ നേരിടുന്നേ? എന്റെ സമുദായത്തിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ ഞാൻ നേരിടുന്ന, ഞാൻ പറഞ്ഞില്ല, ഞാനിതിനൊന്നും നോക്കുന്നില്ല. ഇത്താടെ സ്വന്തം വീടും ഹസ്ബൻഡ് വീടും ഒക്കെ കോഴിക്കോടാണ്. അപ്പൊ ഹസ്ബൻഡും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണോ എല്ലാ കാര്യത്തിലും? ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ മക്കളും ഒക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഒഫീഷ്യലായിട്ട് പാലുകാച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് എല്ലാവരും വിളിച്ചിട്ട് ഒരു ചെറിയൊരു സദ്യ എന്ന് വെച്ചാൽ ഒരു ഫുഡ് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി മാത്രം. അത് കഴിഞ്ഞ് സ്വസ്ഥം സമാധാനം. അപ്പോൾ എന്തായാലും മറ്റന്നാളാണല്ലോ വീടിന്റെ ഫംഗ്ഷനും ഒക്കെ. ഹസ്ബൻഡിന്റെ വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും ഇത് പറഞ്ഞതിന്റെ മാതിരി സപ്പോർട്ടാണ്, പക്ഷെ ആരും ആയിട്ട് വലിയ കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് അവരാരും ഉണ്ടാവും. ഹസ്ബൻഡ് ഉണ്ടല്ലോ? ഹസ്ബൻഡ് ഉണ്ട്, അദ്ദേഹം ദുബായിലാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ വരാൻ പറ്റൂല. അപ്പൊ മക്കള് പഠിക്കുന്നതും ഒക്കെയും അങ്ങ് കോഴിക്കോട് തന്നെയാണോ അത് എവിടെയാണോ? കൊയിലാണ്ടിയാണ് രണ്ടുപേരും പഠിക്കുന്നത്. ഓക്കെ. അപ്പം ഇത് എത്രത്തോളം സന്തോഷമുണ്ട്. ഇപ്പൊ ഒരു പുതിയ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. മറ്റന്നാളാണ് ഫംഗ്ഷൻ. ഇത് കഴിഞ്ഞോണ്ടേ നേരെ അങ്ങ് തിരിച്ചു പോവുകയാണോ അതോ? ഫംഗ്ഷൻ കഴിഞ്ഞാൽ, കാരണം 1-ാം തീയതി സ്കൂൾ തുറക്കില്ല, അല്ല 2-ാം തീയതി സ്കൂൾ തുറക്കില്ല, അപ്പോഴേക്കും അങ്ങോട്ട് എത്തണം. അപ്പോൾ ഫംഗ്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും എനിക്ക് മനസ്സമാധാനത്തോടെ കൂടെ അവിടെ കിടന്നുറങ്ങണമെന്നുണ്ട്. അത് ഞാൻ ഇന്ന് എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞാൽ ഞാനൊന്ന് അവിടെ നിലത്ത് പായി വിരിച്ച് മനസ്സമാധാനത്തോടെ ഒന്ന് നീണ്ടു വാപ്പാടെ കൂടെ സമാധാനത്തോടെ കിടന്നുറങ്ങി എന്ന് പറയാം. അത് മതി എനിക്ക്. ഇതിൽക്കും വലിയ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട്. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, എൻ്റെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങളാണ് കാരണം, ഞാനല്ല കാരണം. അതിൻ്റെ എല്ലാവിധ ക്രെഡിറ്റും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഞാൻ ഒരിക്കലും അഹങ്കരിക്കൂല, കാരണം നിങ്ങളുള്ളത് കൊണ്ട് മാത്രമേ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പം നിങ്ങളെ മറന്ന് ഞാൻ എന്തെങ്കിലും ചെയ്താൽ ശരിക്കും ദൈവത്തിനെ മറന്ന് ചെയ്തതിൻ്റെ മാതിരിയായിരിക്കും. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നേക്കാം. കണ്ണൻ്റെ പേരിൽ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണെന്ന് കൂട്ടിയാൽ മതി. പക്ഷേ ഒരു തെറ്റ് പറ്റിപ്പോയി, അത് തിരുത്തി മുമ്പോട്ട് വരാനാണ് നിങ്ങൾ എന്നെ കൂടെ നിർത്തേണ്ടത്. അല്ലാതെ തെറ്റിനെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിയിട്ട് അതിനെ വീണ്ടും വ്രണപ്പെടുത്താതെ എന്നോടൊന്ന് പുറത്ത് എൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. ഒരുപാട് സന്തോഷത്താ. ഓക്കെ.